ഹായ് നീ ഒന്ന് നീയോ ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കോലരിയിലാണ് കേട്ടോ. അതായത് എൻ്റെ പാപ്പ മരിച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറയാറുണ്ടല്ലോ ഒരുവിധം. അതോടെ ഞാൻ ഇപ്പോൾ ഇതിൽ പറയണതാണ്. അപ്പോൾ രാവിലെ ആയിരുന്നു മരണപ്പെട്ടത്. പെട്ടെന്ന് സനേഷനോടൊക്കെ ചോദിച്ച് നീരവനൊക്കെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനൊക്കെ ഉച്ചയ്ക്കായപ്പോൾ പോയി തിരിച്ചു കൊണ്ടുവന്ന് ഒരു 2 മണിക്ക് ഇപ്പോഴാണ് തോന്നുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞതാ കോലഴിയിലേക്ക് പോയി. അവിടെ നിന്ന് സ്മോക്കിയും നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. സൗമ്യൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആൻറ്റി തിരിച്ച് വരുമ്പോൾ വണ്ടിയിലുണ്ടായിരുന്നില്ല. അതായിരുന്നു തിരിച്ച് വരുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണതേ. അപ്പം ആൻറ്റി അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാം അവിടുത്തെ ബോഡിയൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ വരണ വഴിക്ക്. കാരണം നമ്മൾ അതുവരെ ഒന്നും കഴിച്ചിട്ടോ കുടിച്ചിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്മോക്കിയാണ് പറഞ്ഞ വായ ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോയത്. അവൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് കേട്ടോ അത്. അപ്പോൾ അറിയാലോ, ഒരു യൂട്യൂബറാണ് അരുൺ സ്മോക്കി എന്ന് പറയുമ്പോൾ. അപ്പോൾ അവനിപ്പോൾ ഇവിടെ എല്ലാ ഷോപ്പുകളും എല്ലാം അറിയാം കേട്ടോ. പിന്നെ എല്ലാവരുടെയും അറിയുകയും ചെയ്യാം. കുറേ പരിചയക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിലേക്ക് കയറി പോകുമ്പോൾ തന്നെ അവൻ്റെ ഏതൊക്കെയോ കുറേ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത്രയും നാൾ. ഞാൻ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇവൻ ഇത്ര ഫേമസ് ആയ ഒരാളാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ പോണോടത്തൊക്കെ ചേട്ടാ ചേട്ടാ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കിടന്നു. സെൽഫി എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വന്നു കിടന്നു കേട്ടോ. ഭയങ്കര ഒരു പിള്ളേർക്കൊക്കെ ഒരു അത്ഭുതം പോലെ ഭയങ്കര ഒരു ഫാൻസ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അപ്പോഴാണ് കേട്ടോ തോന്നിയത്. ഭയങ്കര സന്തോഷമായി. കാരണം ഇത്ര ഫാൻസ് ഉള്ള ഒരാളുടെ കൂടെയാണല്ലോ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കണത് എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നീരവിന് കിൻഡർ ജോയും ഷെയ്ക്കൊക്കെ മേടിച്ചു കൊടുത്തു. ഞങ്ങൾക്കൊക്കെ ബ്രൂട്ട് കോഫി ആട്ടോ മേടിച്ചിട്ടുണ്ട്. ആ കാറിൻ്റെ തൊട്ട് അവിടെ നിൽക്കണ്ടാണെന്ന് ഒരു കുട്ടി, അതും ഇവൻ്റെ ഫാനായിരുന്നു കേട്ടോ. ആ കുട്ടിയും ഫാനായിരുന്നു. എന്നിട്ട് എന്തൊക്കെയോ പറയാനും സെൽഫി എടുക്കാനും എന്തൊക്കെയാണെന്ന് തോന്നുന്നു അവൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ വണ്ടിയിൽ കയറിയതാണ് കേട്ടോ. കോലഴിയിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോഴാണ് സ്മോക്കി പറയണത്, എന്തായാലും ഇത്ര നേരം ചുറ്റിയില്ലേ, ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് സംസാരിച്ചിട്ട് മെല്ലെ ഇനി തിരിച്ചു പോയാൽ മതിയെന്ന്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ ഇവിടെ മീൻ വിൽക്കണ സ്ഥലത്താണ് കേട്ടോ ഓട്ടോ ഇട്ടേക്കണ്. അപ്പോൾ ഇവരാണെങ്കിൽ ജിഷ്ണും പാടും കൂടെ മീൻ മേടിക്കാൻ അവിടെ വന്നതാണ്. അപ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ കണ്ടത്. അങ്ങനെ ഹായ് എന്താ അതൊക്കെ ചോദിക്കാതെ കേട്ടോ ഞങ്ങളോട് നീരവിനോടൊക്കെ. അവരും തിരിച്ച് സ്മോക്കിയുടെ വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നില്ല. അച്ഛൻ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, വണ്ടി എടുത്തിട്ട് സ്മോക്കിയുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമുള്ളപ്പോൾ കാറിൽ ഞങ്ങളെല്ലാവരും കൊണ്ട് പുതിയ സ്ഥലം മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഒന്ന് വന്ന് കാണിച്ചു തരാം. അവിടെ കരിമ്പും ഇരുമ്പാമ്പുളിയും ചക്ക എന്തൊക്കെയുണ്ട്. അപ്പോൾ സുജി ആൻറ്റി അവൻ്റെ അമ്മ അതൊക്കെ പൊട്ടിക്കാൻ നിൽക്കുക. ഞങ്ങൾക്ക് കരിമ്പൊക്കെ പൊട്ടിച്ചു തന്നു കേട്ടോ. നല്ല എന്താ പറയുക, മൂക്കാത്ത നല്ല ചള്ള് എന്ന് പറയില്ലേ, കടിക്കുമ്പോഴേക്ക് ഇങ്ങനെ നീര് വരണത്, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. എനിക്ക് കടിച്ചിട്ട് കിട്ടിയില്ല. ഇവരൊക്കെ പറയണു ചള്ളാണ് എന്ന് കേട്ടോ. പിന്നെ അതാ ചേട്ടനോട് ഞാൻ എനിക്ക് ഒരു കഷ്ണം പൊട്ടിച്ചു തരാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ കടിച്ചത് തരും, എനിക്ക് അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ നടു പൊട്ടിച്ചിട്ട് അതാണ് കേട്ടോ ഞാൻ മേടിച്ചത്. എനിക്ക് കടിച്ചിട്ട് കിട്ടില്ല. നീരവ് ചോദിച്ചു. നീരവിന് ഞാൻ എന്നിട്ട് കൊടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ നീരവിന് ഒടിച്ച് കൊടുക്കാൻ നോക്കിയപ്പോൾ പറ്റണില്ല കേട്ടോ. എൻ്റെ ഡ്രസ്സിലൊക്കെ നീരായി, കറ പോലെയായി. പിന്നെ അവൻ വേണ്ട അത് പറഞ്ഞു കേട്ടോ. എന്താണാവോ. അങ്ങനെ ഞങ്ങൾ സുജി ആൻറ്റിയൊക്കെ ചക്കയും ഇരുമ്പാമ്പുളിയൊക്കെ പൊട്ടിച്ചിട്ട് ഭയങ്കര സന്തോഷമായി. കാരണം നാടൻ ഫുഡാണല്ലോ ഇനി ഉണ്ടാക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. മീനും ഇതുപോലെ ഇല്ലല്ലോ, ഇടിച്ചക്ക എന്നൊക്കെ പറയുമ്പോൾ ഒരു പഴയൊരു വൈബല്ലേ. അങ്ങനെ എന്നിട്ട് ആൻറ്റിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ പറമ്പിൽ ഇതൊക്കെ ഉണ്ടായല്ലോ എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ ആൻറ്റി ഇങ്ങനെ നിൽക്കണത്. അങ്ങനെ എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് വീട്ടിലേക്ക് ഇതാണ് കേട്ടോ സ്മോക്കിയുടെ വീട്. അവൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ആകെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ വണ്ടി ചാർജ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ ഡുക്കാട്ടി ബൈക്കൊക്കെ ഉണ്ട്, നീ കണ്ടിട്ടുണ്ടോ ചോദിച്ചിട്ട് ഇവനോടൊക്കെ ഇന്ന് ചോദിക്കായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ. ഇതൊക്കെ എന്തോ വലിയ ഫേമസ് വണ്ടിയാണെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല കാര്യമായിട്ട് ബൈക്കുകളെ പറ്റിയിട്ടൊന്നും കേട്ടോ. പിന്നെ അവൻ പൊതുവെ ഒരു ബൈക്ക് ഭ്രാന്തനാണല്ലോ. ഒരു ഗ്യാരേജിൽ നിന്ന് ഇങ്ങനെ ഓരോ ബൈക്കുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇടുമ്പോൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഇവനോടൊക്കെ ചോദിക്കാറുണ്ട്. എനിക്കറിയില്ല കേട്ടോ ഇതിനെ പറ്റിയിട്ട്.
എന്നോട് വീഡിയോ ഒക്കെ എടുത്തോന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ ഞാൻ എടുത്തതാണ്. പിന്നെ അത് അവൻ്റെ മെഷീനിൽ ഓണാക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ചുമ്മാ അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ചാടി ഓടിയിട്ട് പിന്നെ ഇവിടെ വന്നിരുന്നപ്പോഴാണ് ആൻറ്റി കത്തിയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് കരിമ്പ് 4 കഷ്ണാക്കി തന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും പതിയാക്കി തന്നു കേട്ടോ. അച്ഛനും ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കുകയാണ്. അച്ഛൻ എപ്പോഴാണ് കേട്ടോ വന്നത്. അങ്ങനെ പിന്നെ അതാ ഈ മീനുകളുണ്ടല്ലോ ഇവരുള്ള ഇനങ്ങളില്ലേ. ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങനെ സ്റ്റഡി ചെയ്ത് ഇനങ്ങാണ്ടിരിക്കുക. അപ്പോൾ ഞാനിതെന്താ M-Photek വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതായത് ഡ്യൂപ്ലിക്കേറ്റ് മീനുകളില്ലേ വെള്ളത്തിലിടുമ്പോൾ വാലക്കാട്ടി ഇനങ്ങുന്നല്ലാണ്ട് ഒറിജിനലല്ല. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിക്കുക അത് ഒറിജിനലാണോ എന്ന്. അപ്പോൾ അതേന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നിൽക്കണത് കേട്ടോ. പിന്നെ ഇവൻ്റെ സ്മോക്കിയുടെ ഗോപ്രോ ഒക്കെ കാണിച്ചു തരാം. എന്നോട് കുറേ അവൻ പറയണു ഗോപ്രോ എടുക്കുമെന്ന്. ഞാൻ അതുവരെ എടുത്തിട്ടില്ല. ഐഫോൺ ഉണ്ടല്ലോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ച് എല്ലാം കൂടി അങ്ങോട്ട് പൊക്കി പിടിച്ച് നടക്കാനൊക്കെ എനിക്ക് മടിയാണ് കേട്ടോ. പിന്നെ അച്ഛൻ മരണ വഴിക്ക് അവിടെ ജിഷ്ണും പാടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അവർ മീൻ മേടിക്കാൻ വന്നതാണ്. വെല്ലീശൻ്റെ മീൻ കച്ചവടമാണ് കേട്ടോ. അവിടെ അച്ഛൻ്റെ ചേട്ടൻ അവിടെ മീൻ കച്ചവടം നടത്തുന്നുണ്ട് കോളേജ് സെൻറ്ററിൽ. സുഭാഷ് എന്നാ പേര്. അപ്പം അവിടെയാണല്ലോ അച്ഛൻ ഇറങ്ങിയത്. അപ്പോൾ സ്മോക്കിക്ക് ചെമ്മീൻ വേണം മേടിച്ചോണ്ടിരോ മാമ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അതൊക്കെ മേടിച്ചിട്ട് ഇവിടെ എത്തിയതാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി കാണിച്ചു തരിക വലിയ ചെമ്മീനാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ആൻറ്റിയുടെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു അലമാരയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഫെറോറോ ചോക്ലേറ്റ് ഇല്ലേ അതൊക്കെ തന്നു. പിന്നെ ഇതൊക്കെ എടുത്തോന്ന് പറഞ്ഞിട്ടേക്ക് തന്നതാണ് കേട്ടോ. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഡിവിൻ പ്രഭാകരൻ്റെ ഹെയർ ഓയിൽ ഇരിക്കണം. അപ്പോൾ ഞാനിതെങ്ങനെയാണ് പിന്നെ ഇവരൊക്കെ ഫ്രണ്ട്സാണല്ലോ. ഇപ്പം അടുത്തൊരു ഗിവ് അവേ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമായിരുന്നു. എന്നോട് വേണമെങ്കിൽ എടുത്തോന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ എടുത്തൊന്നുമില്ല. ഞാൻ ഒന്നാമത് എൻ്റെ ഈ എന്താ പറയുക കോഴിപ്പാൽ പോലെയുള്ള മുടിക്ക് ഡെയിലി ഉപയോഗിക്കണ ഓയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കൊഴിഞ്ഞു പോയില്ല. അച്ഛനോട് ചോദിച്ചു വേണമെന്ന്. നല്ലോണം മുടി വളരെ നല്ല മാറ്റമുണ്ടെന്നൊക്കെ പറഞ്ഞു കിടന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു വേണ്ടാന്ന്. അല്ല അത് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഇനി മേടിക്കും തോന്നണില്ല. അപ്പോൾ ഞങ്ങൾ വേണ്ടാന്നൊക്കെ പറഞ്ഞ് പിന്നെ ഫെറോറൊക്കെ പൊട്ടിച്ച് ഞങ്ങളങ്ങനെ കഴിച്ചു കൂട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു പ്രാവശ്യം ഇവിടെ ഷെറീനത് തന്നിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ്ലി ചോക്ലേറ്റ് ആണല്ലോ. അതുകൊണ്ട് നമ്മൾ മേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത് ഇങ്ങനെ എവിടെ നിന്നെങ്കിലൊക്കെ കിട്ടുമ്പോൾ കഴിക്കും. പിന്നെ ഈ ചോക്ലേറ്റും ട്രഫിളില്ലേ അതും കൂടെ സുജാൻ്റെ എടുത്തോളാൻ പറഞ്ഞ് തന്നു. നീരവനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതും കൂടെ കഴിച്ചു നോക്കി. എല്ലാവരും നീരവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഓരോന്ന് തട്ടിമുട്ടി തിന്ന് കഴിഞ്ഞപ്പോഴാണ് ആൻറ്റി പിന്നെ ജ്യൂസ് കൊണ്ടുവന്നു ടാങ്ക് എന്തോ കലക്കിയിട്ടിട്ട് അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ വീണ്ടും പോയി മീനിൻ്റെ കാര്യം നോക്കണത് കേട്ടോ. അവർ പിന്നെ നീന്താനൊക്കെ തുടങ്ങി. എന്നാലും എൻ്റെ മനസ്സിൽ ഇവർ ഒറിജിനലാണോ അവരോടൊന്ന് ചോദിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആൻറ്റിയാണെങ്കിൽ നല്ല സംസാരത്തിലാകെ എല്ലാവരും വന്നതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ അതിൽ പോയിട്ട് ഇടയിൽ കയറാനും തോന്നുന്നില്ല. പിന്നെ അച്ഛനും ആൻറ്റിയൊക്കെ കൂടി ഇങ്ങനെ ഈ ബഷീനെ പറ്റി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുക്കട്ടെ അച്ഛാ എന്ന് പറഞ്ഞപ്പോൾ ആക്ഷൻ കാണിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ആക്ഷൻ കാണിക്കാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി പറയാണ് അങ്ങനെയൊന്നല്ല കുഞ്ഞേട്ടാ ഓടണ ഞാൻ ഓടണതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ എങ്ങനെ വർക്ക് ചെയ്യാന്നൊക്കെ ചോദിച്ചു. ആൻറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട്. വർക്ക് ചെയ്തിക്ക് അറിയുന്നുണ്ടാവും. അറിയാണ്ടിരിക്കില്ലല്ലോ അല്ലേ. എനിക്കറിയില്ല. അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്താ പറഞ്ഞതെന്ന്. പിന്നെ സ്മോക്കിയുടെ റൂമൊക്കെ മുകളിലാണ് കേട്ടോ. അപ്പോൾ മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ അവൻ്റെ ഗോൾഡൻ ബട്ടണും എല്ലാ ബട്ടണും അവിടെ ഇങ്ങനെ തൂക്കിയിട്ടപ്പോൾ വാവ് പ്രൗഡ് ഓഫ് യു എന്നൊക്കെ ഞങ്ങൾ എന്നിട്ട് മുകളിൽ ഫിഷ് ടാങ്ക് ഗോൾഡ് ഫിഷൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് പോന്നപ്പോൾ പിന്നെ സ്മോക്കിങ് കയറി വന്നു കേട്ടോ ഉള്ളിലേക്ക്. അപ്പം അച്ഛനൊക്കെ ഇവൻ്റെ ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അച്ഛന് ഈ ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭ്രാന്താണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ കാണിച്ചു തരികയായിരുന്നു. അപ്പോൾ അവൻ്റെ റൂമാണ് കേട്ടോ. ഇതൊക്കെ അവന് ഗിഫ്റ്റും കിട്ടിയതോ അവൻ മേടിച്ചത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ വെറുതെ ഇങ്ങനെ വാച്ച് എടുത്ത് നോക്കിയതാട്ടോ. പോലീസിൻ്റെയും പിന്നെ ഇത് ഫാസ്റ്റ് ട്രാക്ക് കേട്ടോ. എൻ്റെ കയ്യിലും ഫാസ്റ്റ് ട്രാക്ക് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ. ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കായിരുന്നു പോലീസിൻ്റെ. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ ഈ ഒരു ലൈറ്റ് റോബോട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾക്ക് മേടിക്കണം എന്നുണ്ട്. 1000 രൂപ എങ്ങാണ്ടുള്ളൂ അത്ര. രാത്രിക്ക് ഇങ്ങനെ ഈ ഒരു ലൈറ്റ് വരുമ്പോൾ നല്ല രസമല്ലേ. ഇവർ പിന്നെ പണ്ടേ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ നമ്മൾ കാണാത്ത സംഭവങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് കൊണ്ടുവരും. എന്നിട്ട് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഓടി വരും. ചിത്തുവോ നീ ഇത് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് അവർ ആൻറ്റിയുടെ അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവ അങ്ങനെ ഉണ്ടാവാറില്ല വീട്ടിൽ. ഇന്നിപ്പോൾ ഫ്രീ ആയതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ കാണിച്ചത്. പിന്നെ മെഷീനിൽ ഇങ്ങനെ കയറി നോക്കിയപ്പോൾ 19 ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 18 ആയിരുന്നു. അപ്പോൾ വെയിറ്റൊക്കെ കൂടുതലുണ്ടെന്ന് മനസ്സിലായി. എൻ്റെ പൊന്നെ തിയേറ്ററിൽ വന്നിരുന്ന ഫീലായിരുന്നു. ഒന്നാമത് വലിയ TV ആണ് കേട്ടോ. എത്രയോ
60 ഒക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ആ ടി വിയും പിന്നെ ഹോം തിയേറ്റർ ഡോൾബി ആയിരുന്നു കേട്ടോ സൗണ്ട്. എന്ത് സൗണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ ഇഷ്ടമായിട്ട് അച്ഛന് അവിടെ ഇരുന്നിട്ടും പോരണമെന്നില്ലാണ്ടായിട്ടോ അത്ര ഇഷ്ടമാണ് അങ്ങനത്തെ സൗണ്ടുകളും. അപ്പോൾ ഇത്ര സൗണ്ട് വരുമ്പോൾ അടിയിലേക്ക് ഇങ്ങനെ ഒച്ച കേൾക്കില്ലേ, ശല്യാവില്ലേ ചോദിച്ചപ്പോൾ അവല്ല എന്ന് പറഞ്ഞ്. പിന്നെ അത് അവൻ്റെ ഓരോ എന്താ പറയുക നിയാസിനമൈഡോ അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ, അവൻ്റെ ഓരോ ബ്യൂട്ടി പ്രോഡക്ട്സാണ് കേട്ടോ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു ഇതൊക്കെ നിനക്ക് പ്രൊമോഷൻ കിട്ടണതാണോ? അയ്യടി ഞാൻ അതൊക്കെ പൈസ കൊടുത്ത് മേടിച്ചതാന്ന് പറഞ്ഞിട്ടേ. ഇതെന്തോ കയ്യിലത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇങ്ങനെ കാണിച്ചു തരുന്നത് നമുക്ക്. പിന്നെ ഇങ്ങനെ ഞാനിങ്ങനെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല, എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി അറിയില്ല എന്നിങ്ങനെ പറയണത് വലിയ അഭിമാനമുള്ള കാര്യമില്ല എന്ന് സനേഷേട്ടൻ പറയാറുണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അത് അഭിമാനപ്പെടേണ്ട കാര്യമല്ല, എന്തുണ്ടെങ്കിലും അറിയില്ല എന്ന് പറയരുതെന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോഴും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. പെർഫ്യൂമിനെ പറ്റി അറിയാം, അത് പിന്നെ സനേഷേട്ടൻ കൊണ്ടുവരുമ്പോഴും പിന്നെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പെർഫ്യൂം എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതൊക്കെ ഈ ബോയ്സിനെ ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് കേട്ടോ. നമ്മൾക്ക് ഒരു കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നൈസായിട്ടുള്ള സ്മെല്ല് എനിക്കൊക്കെ ഇഷ്ടമുള്ളൂ കേട്ടോ. പക്ഷേ ഇതൊക്കെ ഒരു ജാതി ഊതിൻ്റെ ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ അതിൻ്റെ സ്മെല്ല് അറിയാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ ഞാൻ അവിടേക്കൊന്ന് തൊട്ടിട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുണ്ട് ഊത്, അതുകൊണ്ട് ഒരുവിധം പെർഫ്യൂമിൻ്റെ ഒക്കെ സ്മെല്ല് ഏകദേശം ഒരേപോലെയാണ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറയാമായിരുന്നു കേട്ടോ. എങ്കിലും ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നതാണ്. അത് ഇവിടെ നിന്നൊന്നല്ല, അവൻ്റെ ഓരോ ഫ്രണ്ട്സ് ഓസ്ട്രേലിയ എവിടെ നിന്നൊക്കെയോ കൊണ്ടുവരിക. പിന്നെ അതായത് VR അങ്ങനെ എന്തോ പറയില്ലേ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെങ്ങാണ്ടൊക്കെ പോണ പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അതൊക്കെ അവൻ കാണിച്ചു തരുമായിരുന്നു. VR തന്നെയല്ലേ പറയുക, ഞാൻ പറയണില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. ഞാനിത് നീള ബോട്ട് ക്ലബ്ബിൽ പോകുമ്പോൾ കാണാറുണ്ട് ഇങ്ങനെ ഒരു സംഭവം. അതായത് നമ്മൾ നിൽക്കണ ആ സ്ഥലം വരെ ഇങ്ങനെ എനക്കും അവർ റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ. അപ്പോൾ ശരിക്കും നമ്മളെങ്ങോട്ടോ പോണ പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അച്ഛന് ക്ലിയറായിട്ട് കാണാനില്ല എന്ന് പറയായിരുന്നു. കാരണം അവൻ ഇരുന്ന പൊസിഷനിൽ തന്നെ ഇരിക്കണമായിരുന്നു, അച്ഛൻ അങ്ങനെ ഇരുന്നില്ല, അതുകൊണ്ടായിരിക്കും. പിന്നെയാണ് അവൻ അച്ഛനെ അവിടെ എടുത്തിട്ട് കാണിച്ചു കൊടുത്തത്. ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ചോദിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരിക. പണ്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ പൊട്ടിപ്പൂ എന്തോ ആയതാ. അപ്പോൾ ഇതൊക്കെ വർക്കിപ്പിച്ച് കാണിച്ചത് നല്ല രസമുണ്ടല്ലേ. നേരം പോക്കിന് ഇങ്ങനെ ഓരോന്നൊക്കെ ഓൺ ചെയ്തിട്ട് നിനക്ക് റൂമിലിരുന്നാൽ പോലെയൊക്കെ ഞാൻ അങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് ചോദിക്കായിരുന്നു, അതിന് എനിക്ക് റൂമിൽ കയറിയിരിക്കാൻ വരെ സമയമില്ല, അത്ര അധികം തിരക്കുകളാണ് കേട്ടോ. ഇതൊക്കെ എന്തോ സ്റ്റിക്കറായിരുന്നു, അതിൻ്റെ വർക്കാണോ ഇങ്ങനെ പൊട്ടിയിരിക്കണത്, അതിൻ്റെ ഒരു ഇതാണോ ചോദിച്ചപ്പോൾ അല്ല, അതൊക്കെ കൂടി പോരണതാന്ന് പറഞ്ഞു കേട്ടോ. ചുമരുമ ഒട്ടിച്ച് വെച്ചേക്കണതാ. പിന്നെ ഇത് ഗെയിം പ്ലെയറാണ് കേട്ടോ, പണ്ട് നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുക. സൂപ്പർ മാരിയോ ഉണ്ടല്ലോ, ഞങ്ങൾ ഭയങ്കര കളിയായിരുന്നു കേട്ടോ ടി വിയിൽ. അച്ഛനമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് കുട്ടി പട്ടാളങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിലിരുന്ന് കളിക്കും. അതിൽ ഞങ്ങൾ പെമ്പിള്ളേർക്കൊന്നും ഇത് തരില്ല കളിക്കും, ചെക്കന്മാർ മാത്രമേ കളിക്കുള്ളൂ. വിഷ്ണുക്ക് ഉണ്ടായിരുന്നു, എന്നിട്ട് തല്ലൂടും. ഇതെൻ്റെ അച്ഛൻ മേടിച്ചു തന്നതല്ലേ, നീ എന്തിനെടുക്കണു, അപ്പോൾ പൊടി അവിടെ നിന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുമൊന്നുമില്ല. എന്നിട്ട് ഞാനും ശില്പിയും കൂടി വേറെ കളികളാവട്ടെ കളിക്കുക, അഞ്ഞിഞ്ഞും കുഞ്ഞിഞ്ഞും വെച്ചിട്ട് കല്ലുകളിയൊക്കെ. അപ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. പിന്നെ അത് ഓൺ ചെയ്ത് ചാനോടൊന്ന് ഓടി നോക്കാൻ പറയാണ് കേട്ടോ. ഇവിടെ ആങ്ങളാടിയും സ്നേഹം ഒഴിഞ്ഞ് നേരമില്ല കേട്ടോ. അത് മുടി കറുപ്പിക്കുന്ന സംഭവങ്ങൾ കാണിച്ചു തരാണ് കേട്ടോ. ഇതൊക്കെ ആൻറ്റിയുടെ പ്രിയപുത്രി സൗമ്യ മേടിച്ച് കൂട്ടണത് അത്ര. അവൾക്ക് ഇതൊക്കെ ഇവിടുന്ന് ഞാനൊന്നും കാണില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അച്ഛനും ഞാൻ ഇതേപോലെ മസ്കാരം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വേണ്ട സ്ഥലത്ത് കാണുന്നിടത്തുനിന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ കാണിക്കുമ്പോൾ അയ്യോ ഞാൻ എല്ലാ എൻ്റെ സീക്രട്ടുകളും അവൾക്ക് കാണിച്ചു കൊടുക്കല്ലേ, വീഡിയോയിൽ കാണുമല്ലേ പറയാം. പിന്നെ ഇവൻ ജിമ്മിന് പോവാട്ടോ, സ്മോക്കി. അതിൻ്റെ ഇടയിൽ കോഴിമുട്ടയൊക്കെ പുഴുങ്ങിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുട്ടയൊക്കെ കഴിച്ചിട്ട് വേണം അത്ര പോവാൻ അങ്ങനെ. എന്നിട്ട് ഞങ്ങളോട് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി അച്ഛനോടൊക്കെ എന്ന് പറയാണ് കേട്ടോ. ഇനി വീട്ടിലേക്ക് പോയിട്ട് അമ്മയ്ക്ക് ചോറ് വെക്കണ്ടേ. അമ്മയോട് ചോദിക്കായിരുന്നു കേട്ടോ വീട്ടിൽ പോയിട്ട് എന്താ ഉള്ള കഴിക്കാന്ന്. അപ്പോൾ രാവിലെ വെച്ച കുക്കറിൽ വെച്ച ചോറാണ്, അത് കേടാവും, ഇനി ഒന്നുകൂടെ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഇനി വെക്കണ്ട, ഞാൻ അവിടെ നിന്ന് ഉണ്ടാക്കി തരാം, ദോശ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാം, ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വീണ്ടും വെക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. പൊട്ടിരിക്കുന്നുണ്ടായിരുന്നു, അത് വേഗം ആൻറ്റി ആവി കയറ്റിയിട്ട് തന്നോട്ടോ. നീരവന് കൊടുക്കുക, പഞ്ചസാരയൊക്കെ കൂട്ടി കൊടുക്കുക, കുട്ടിക്ക് വിശക്കുന്നുണ്ടാവും പറഞ്ഞ്. കാര്യം അവൻ കുറേ
യാത്രയൊക്കെ ചെയ്തതിൻ്റെ ഒരു ക്ഷീണം അവനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുട്ട് കുറേ കൊടുത്തപ്പോൾ വേണ്ട വേണ്ട പറഞ്ഞിട്ട് ഞാൻ തന്നെ കഴിച്ചേ. അത് കഴിഞ്ഞിട്ട് ആനി ദോശ തന്നു, അതും കൂടെ കഴിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ഛർദി ഉണ്ടായി. അത് വേറൊന്നുമില്ല, യാത്ര ചെയ്തതിൻ്റെ അവന് സ്ഥിരം അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കിതൊന്നും കാണുന്നത് വലിയ വിഷയമില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ പെട്ടെന്ന് കുട്ടിയല്ലേ ഛർദിക്കുമ്പോൾ ആകെ ഒരു കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടെ ഉണ്ടായിട്ടോ. പിന്നെ നമ്മളിപ്പോഴും വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടേ പെട്ടെന്ന് യാത്ര ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കാവും കൂടുതൽ ഇത് ബാധിക്കുക. അങ്ങനെ നോക്കി പോണ സമയത്ത് നീരവന് കുറച്ച് സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റാറും സ്മൈലൊക്കെ. അവൻ്റെ സ്കൂളിൽ ഇങ്ങനെ ബുക്കുകളിലൊക്കെ ഇങ്ങനെ ഒട്ടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുട്ടടിയൊക്കെ കഴിഞ്ഞപ്പോൾ ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൻറ്റി. അപ്പോൾ മേശയിൽ വന്ന് നോക്കിയപ്പോഴാണ് നല്ല ഏട്ടത്തല കറി വെച്ചതൊക്കെ ഇരിക്കണം, നല്ല കായൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റും സ്മെല്ലൊക്കെ കേട്ടോ. അപ്പോൾ ആൻറ്റിക്ക് പണ്ട് തട്ടുകടയ്ക്ക് ഉണ്ടായിരുന്നു തിരൂര്, നല്ല തിരക്കായിരുന്നു. ഫുഡൊക്കെ അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡടിയൊക്കെ കഴിഞ്ഞ് സമാധാനത്തിലിരിക്കുമ്പോഴേ സൗമ്യനൊന്ന് വിളിച്ചേട്ടാ, ഉണ്ണീനെയൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ അവനോടൊക്കെ സംസാരിച്ച് നമ്മളിത് എല്ലാം ഇറങ്ങുകയായിട്ടോ. ആൻറ്റിയുടെ ലാബ് റിപ്പോർട്ടാണ് കാണിച്ചു തന്നത്. പിന്നെ എന്താ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ നോർമലാണോ നോക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ വീട്ടിലെത്തുന്നുണ്ട്, TV ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എംഫോട്ടെക്കിനെ വിളിച്ചു തരാമെന്ന് നീരവനോട് സ്മോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിളിച്ചിട്ട് കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ സ്മോക്കിയുടെ ജിമ്മും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനും വീട്ടിലെത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത് അയച്ചു തന്നത്. നല്ല സന്തോഷമായതോടെ നമ്മുടെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഹായ് നീരവ് ബ്രോ, എന്തുണ്ട് വിശേഷം? വീഡിയോസ് കാണാറുണ്ടോ? നല്ലോണം പഠിക്കണോട്ടാ. ഓക്കെ, ബൈ.